ജന്മാദ്യസ്യേതോന്യാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മകൃതായ ആദികവയം കേന്ദ്രിയത് സൂര്യ തേജോവാരിമൃതാം യഥാവിനിമയോ യത്ര തിസർഗോമുഷ ദാംനാശേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നതാണ് വർണ്ണിച്ചത്. 16,108 ഗ്രഹങ്ങൾ വേറെ വേറെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഒരേ സമയം ഭഗവാൻ പ്രവേശിച്ചു. അല്ലെങ്കിൽ എത്ര സമയമെടുക്കും? അതിനുള്ള കഴിവ് ഭഗവാനുണ്ട്. അങ്ങനെ അവരെയെല്ലാം സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഇനി അവരുടെ മറ്റ് പ്രവൃത്തികളെ പറയണു. 31-ാമത്തെ ശ്ലോകം. പത്നിപതിം പ്രോഷ്യഗൃഹാനുഭാഗതം വിലോക്യ സഞ്ജാത മനോമഹോത്സവ തത്വരാരാസകസാസനാശയാ സാകംപ്രതേർവ്രീഡിതലോചനാനന. പത്നികൾ ദൂരദേശത്തിൽ ഇന്നലെ പറഞ്ഞല്ലോ വസിച്ചു വന്നതുകൊണ്ട് വളരെ വേഗം അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭർത്താവിനെ സ്വീകരിച്ചു. തമാത്മജേ തിട്ടിപിരന്തരാത്മന ദുരന്തഭാവാ പരിരേപിരേപതിം നിരുദ്ധമപ്യാത്രപദംബുനേത്രയോർവിലജ്ജതീനാം ഭൃഗുപര്യവൈക്ലവാർ. എന്താ പറയണ? ദുരന്തഭാവ, ദുരന്തമായ ഭാവത്തോടു കൂടിയ സ്ത്രീകൾ. എന്ത് ദുരന്തം ഇവിടെ വരാൻ കാരണം? മക്കളെ മടിയിലെത്തി അവരെ ഇങ്ങനെ മുകർന്ന ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ അഭിനയത്താലും ഭർത്താവായ ഭഗവാനെ ആലിംഗനം ചെയ്തു. പിരിഞ്ഞിരുന്ന കാലത്ത് ദുഃഖം ഉണ്ടായതുകൊണ്ട് ഗംഭീരമായ നർത്തം എവിടെ ദുരന്തത്തിനുള്ളൂ. ഗഹനാശയന്മാർ, ആശയമുള്ളവർ, അഭിപ്രായത്തോടു കൂടിയ ആ സ്ത്രീകൾ എന്ത് ചെയ്തു? തം പതിം അന്തരാത്മന, ഭർത്താവിനെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്തു. ദൃഷ്ടിഭി, കണ്ണുകൾ കൊണ്ടും, ആത്മജയ്, പുത്രന്മാരെ കൊണ്ടും ആലിംഗനം ചെയ്തു. 3 തരത്തിലാണ് ഇവിടെ ആലിംഗനം ഉണ്ടാവുന്നത്. ഒന്ന്, മനസ്സുകൊണ്ട് ദൂരത്തെത്തിയപ്പോൾ കണ്ണുകൾ കൊണ്ട്, സമീപത്ത് വന്നപ്പോൾ മക്കളെ മടിയിലിരുത്തി ദൃഢമായ ആലിംഗനം ചെയ്യുന്നു. അങ്ങനെയും മടിയിലിരുത്തി, അങ്ങനെ 2 ഭാവങ്ങളെ കൊണ്ട് നിർത്തും. തം ആത്മജേർ, മക്കളെ മടിയിൽ വെച്ചിരിക്കുന്നതായ അവർ. ദൃഷ്ടിഭിരന്തരാത്മന, ദൃഷ്ടിഭി, കണ്ണുകളെ കൊണ്ട്, ഹൃദയം കൊണ്ടും കണ്ണുകൾ കൊണ്ടും ആലിംഗനം ചെയ്തു. പിന്നെ എങ്ങനെയാണ്? മക്കളെയും ആലിംഗനം ചെയ്തു. ദൂരത്ത് ഉള്ള ഭഗവാനെ എങ്ങനെ ആലിംഗനം ചെയ്യാൻ പറ്റുക? ദൂരത്താണ്, വരുന്നുണ്ട്, അതാ വരുന്നു എന്നാണ്. എത്തിയിട്ടില്ല, കയ്യെത്താവുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല കൃഷ്ണൻ. കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ആലിംഗനം ചെയ്യാൻ? കൈ കൊണ്ടല്ല, ഫിസിക്കലായിട്ടല്ല, മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. പിന്നെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആലിംഗനം ചെയ്തു. മക്കളെ പുണർന്നിട്ടും ആലിംഗനം ചെയ്തു. കാരണം അടുത്തുള്ളതിനെ അല്ലേ പുണരാൻ പറ്റൂ. അത്ര ദൂരത്തുള്ള കൃഷ്ണനെ എങ്ങനെ പുണരാൻ പറ്റും? പക്ഷെ അതാണ് ഭാവം. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഒന്നിങ്ങോട്ട് കെട്ടിപ്പിടിക്കില്ലേ? ആ ആളെ കെട്ടിപ്പിടിക്കണമെന്നുള്ള സ്നേഹവായ്പാണ് ഇവിടെ കാണിക്കുന്നത്. അവിടോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ കെട്ടിയിട്ട് പുണരും. ആരെ പുണരേണ്ടത്? ഇഷ്ടമുള്ള ആൾ എവിടെയാണ്, അയാളെ ഓർത്ത് സുഹൃത്തിനെ കെട്ടി പുണരുക. തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന പ്രായത്തിൽ നമ്മളങ്ങനെ അയാളോ എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള ഒരാളെ ഉദ്ദേശിച്ചിട്ട് സ്വന്തം സുഹൃത്തിനെ പുണരും ഇല്ലേ? അതിനൊക്കെ ചില ഭാവങ്ങൾ. സ്ത്രീകളാച്ച എടി എന്ന് പറഞ്ഞിട്ടാവും, പുരുഷനാച്ച ഇടാന്ന് പറഞ്ഞിട്ടോ, ഡാ അല്ലെങ്കിൽ ഇടി എന്ന് പറഞ്ഞിട്ട് കെട്ടിയിട്ട് പുണരുന്ന ശരിക്കും ഈ സ്നേഹം അവളെ
അയാളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, അല്ലെങ്കിൽ പുണരില്ലല്ലോ. പക്ഷേ ശരിക്കും ആ സ്നേഹം ആരോടാ കാണിക്കണം? മനസ്സിലിഷ്ടമുള്ള ആളെയാണ് പുണരുന്നതായിട്ട് ഭാവിക്കണത്. ഇവളും വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, ഒന്ന് പുണരുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ള സ്ഥാനത്ത് തന്നെ ആയതുകൊണ്ട് അത് ശീലം എല്ലാവരോടും ചെയ്യൊന്നുമില്ലല്ലോ. അതാണ് ഇവിടെ പറഞ്ഞ ദുരന്തഭാവ, ഗംഭീരമായ ഭാവത്തോടു കൂടി, അതായത് ശ്രീകൃഷ്ണനോട് അത്യധികം ആരാധനാഭാവം ഉള്ളതുകൊണ്ട് ആ സ്ത്രീകൾ പതിം ഭർത്താവിനെ ആലിംഗനം ചെയ്തു എന്നാണ് ഇവിടെ സംഗതി. എങ്ങനെയാ? അന്തരാത്മന, ഹൃദയം കൊണ്ടേ പറ്റുള്ളൂ. കൃഷ്ണൻ ദൂരത്താണ്, കൈ എത്തണ ദൂരത്തിൽ. അതാണ് അന്തരാത്മന പതിം പരിരേഭിരേ. ആലിംഗനം ചെയ്യാന്നുള്ള ക്രിയാ സംസ്കൃതത്തിൽ പരിരേഭിരേ, പരിരേഭിരേ ആലിംഗനം ചെയ്ത് പരിരംഭണം എന്നൊക്കെ അതിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. തദ്ഭവമായിട്ട് വന്ന വാക്കുകളാണ് പരിരേഭിരേ. തത്സമം തദ്ഭവം എന്നൊക്കെ ഉണ്ടല്ലോ വാക്കുകളുടെ ഉദ്ഭവത്തിനെ പറ്റി പറയുക. നിഷ്പത്തി വാക്ക്, അതൊക്കെ പരിരേഭിരേ എന്നുള്ളതിൽ വന്നതാണ് പരിരംഭണം ആണോ ക്രിയ. പരിരേഭിരേ പതിം ആലിംഗനം ചെയ്തു. ദൃഷ്ടിഭിർ കണ്ണുകൊണ്ട്, പിന്നെയോ നിരുദ്ധമ കണ്ണുകൊണ്ടും ദൃഷ്ടിഭി. അന്തരാത്മന, അന്തരാത്മന എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് 3 പ്രകാരത്തിൽ ആലിംഗനം ചെയ്തു. ഒന്ന് ദൃഷ്ടിഭി കണ്ണുകൊണ്ട് കണ്ടിട്ട് ആലിംഗനം ചെയ്യുക, അന്തരാത്മന മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്യുക. പിന്നെയോ ആത്മജേർ കുട്ടികളെ ഒന്നാണ് പുണർന്നു, കൃഷ്ണനെ പുണരുന്നു എന്ന സങ്കല്പത്താൽ. അങ്ങനെ 3 പ്രകാരത്തിലുകൊണ്ടാണ് ഇവിടെ ആത്മജേർ ദൃഷ്ടിബി അന്തരാത്മന 3 പ്രകാരത്തിൽ. ഭാഗവതത്തിൻ്റെ ആ ഭംഗിയാണ് എന്ന് എടുക്കേണ്ടത്. ആത്മജേർ ദൃഷ്ടിബി അന്തരാത്മന പതിം പരിരേഭിരേ, പതിയെ പരിരംഭണം ചെയ്തു. നിരുദ്ധമപ്യാർത്രപദംബു നേത്രയോർ വിലജ്ജതീനാം ഭൃഗുവര്യ വൈക്ലവാട്. ഈ ഭൃഗുവര്യ കേൾക്കണ ശൗനകാദികളെ വിളിക്കുകയാണ് കേട്ടോ, സംബോധനയുള്ളൂ അവിടെ. ഭൃഗുവര്യ വൈക്ലവാർ പാരവശ്യം ഹേതുവായിട്ട് ലജ്ജയോടുകൂടി അവരുടെ കണ്ണുകളിൽ ധാരാളം ജലം, കണ്ണുനീർ ഒഴുകി. അന്തരമായിട്ടുള്ള സ്നേഹമാണ്, ഉണ്ടാക്കിയ സ്നേഹമല്ല. അതുകൊണ്ട് അവർക്കത് നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ട് ഒഴുകി എന്ന് പറയുന്ന. നിരുദ്ധമഭ്യാസ്ത്രവദംബു നേത്രയോ, അമ്പു വെള്ളം, കണ്ണിൽ നിന്ന് വെള്ളം. വിലജ്ജതീനാം ഭൃഗുവര്യ വൈക്ലവാദ് സ്നേഹാധിക്യം കാരണം തടഞ്ഞു നിർത്താൻ പറ്റാതെ നിരുദ്ധ അവർ നിർത്താൻ നോക്കി, എന്നിട്ട് നിൽക്കാതെ കണ്ണീര് ഒഴുകി. നിർത്താൻ നോക്കിയിട്ട് നിൽക്കാതെ. നിരുദ്ധമപി, അപിയാണ് കേട്ടോ, അപ്യ ആയിട്ട് മാറുന്നത് അപി. അവർ തടയാൻ ശ്രമിച്ചിട്ടും ശ്രവദംബു നേത്രയോർ വിലജ്ജതീനാം ഭൃഗുവര്യ വൈക്ലവാൻ സ്നേഹാധിക്യം കൊണ്ട്, വൈക്ലവാൻ പാരവശ്യം കേതുവായിട്ട് സ്നേഹാധിക്യം കാരണമായിട്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കീഴ്പ്പെട്ട് വീഴാതെ നിന്നില്ല. കീഴ്പ്പെട്ട് വീണു എന്നർത്ഥം. 3 കാര്യം. ആത്മജേ ദൃഷ്ടിബി അന്തരാത്മന പതിം പരിരേഭിരേ. 3 വിധത്തിൽ ആലിംഗനം ചെയ്ത്. ഒന്ന് മക്കളെ പിടിച്ചിട്ട്, പിന്നൊന്ന് ദൂരത്തുനിന്ന് കണ്ണുകൊണ്ട് നോക്കിയിട്ട്, പിന്നൊന്ന് മനസ്സിൽ. അങ്ങനെ കണ്ണുനീര് വീഴ്ത്താൻ തടയാൻ ശ്രമിച്ചിട്ടും നിന്നില്ല. യദപ്യതോ പാർശ്വഗതോരകോഗത തഥാപി തസ്യാംഗ്രിയുഗം നവം നവം പദേ പദേ കാവിരമേതത് പദാചലാവിയ ചീർണ ജഗാതി കർക്കിച്ചിൽ. ഈശ്വര ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സമീപത്തുള്ളവനും പാർശ്വഗത, പാർശ്വം അടുത്തന്നെ. പിന്നെയോ രഹോഗത ഏകാന്തത്തിൽ ഇരിക്കുന്നവനും ആണ്. യദ്യപി എങ്കിലും തസ്യ അംഗ്രിയുഗം ആ ഭഗവാന്റെ 2 പാദങ്ങൾ പതേ പതേ നവം നവം. ഇന്നലെ ഭഗവാന്റെ മുഖത്തെ രൂപത്തെ പറ്റിയിട്ടും പറഞ്ഞല്ലോ. നിത്യം നിരീക്ഷമാണാനാം, എന്ന് കണ്ടാലും എപ്പോൾ കണ്ടുകൊണ്ടിരുന്നാലും മടുക്കില്ല. ഈ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കിന് സൗന്ദര്യത്തിൻ്റെ ഒരു നിർവചനം ഉണ്ട്, ഇംഗ്ലീഷിലാട്ടെ പറയുക. ഏതൊന്ന് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും മടുക്കുന്നില്ലയോ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ.
അതിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയും. മടുത്താൽ അത് ബ്യൂട്ടിഫുൾ അല്ല എന്നാ. കുറച്ച് കഴിഞ്ഞിട്ട് ഹേ മതി എന്ന് വെച്ചാൽ അത് ബ്യൂട്ടിഫുൾ അല്ലാത്രേ. ഒരു നിർവചനപ്രകാരം കേട്ടോ, ഓരോരുത്തരും ഓരോന്നിനെയും ഓരോ പ്രകാരത്തിലാണല്ലോ നിർവചിക്കുക. മതി ഇനിയിപ്പോൾ എന്താ എന്ന് തോന്നിയാൽ അത് ബ്യൂട്ടിഫുൾ അല്ലാത്രേ. ഭഗവാൻ ശരിക്കും ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയാൻ കാരണം ഹാൻസം എന്ന് പറയണം, അല്ലെ ഇംഗ്ലീഷ് പറയുക വെച്ചാലേ. അപ്പം അതെന്താ കാരണം? പുരുഷന്മാർക്ക് ഹാൻസം, സ്ത്രീകൾക്ക് ബ്യൂട്ടിഫുള്ളുമാണ്. ശരിക്കും ഹാൻസം ആണ് എന്ന് പറയാനുള്ള കാരണം എത്ര കണ്ടാലും മതിയാവില്ല, അതാണ്. എത്ര കണ്ടാലും മതി എന്നൊരു തോന്നൽ വരണ്ടേ. പിന്നെ ഭക്ഷണവും വേണ്ട, എന്തെങ്കിലും കുടിക്കും വേണ്ട, എവിടേക്കും പോവും വേണ്ട, ഇതന്നെ മഹോത്സവം എന്നിങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് അവിടെ രഹോഗത ഏകാന്തത്തിലിരിക്കുന്നവനും ആകുന്നു അവൻ്റെ 2 പാദങ്ങളുടെ ഭംഗി. ഇന്നലെ മൊത്തത്തിൽ പറഞ്ഞു, ഇപ്പോൾ പാദങ്ങളെ പറഞ്ഞു. പതേ പതേ എന്ന് പറഞ്ഞാൽ ഓരോരോ നിമിഷത്തിലും എന്നാണ്. ഓരോരോ നിമിഷത്തിലും ക്ഷണം ക്ഷണം തോറും നവം നവം പുതിയതായിട്ട് തോന്നുന്നതാണ്. ഈ കുറച്ച് മുമ്പത്തേക്കാട്ടിലും രസമുണ്ടല്ലോ ഇപ്പോൾ. പിന്നെ തോന്നും കുറച്ച് മുമ്പ് കണ്ടതിനേക്കാളും ഇപ്പോൾ ഭംഗിയുണ്ടല്ലോ, ഇതിന് മുമ്പ് കഴിഞ്ഞ സമയത്തേക്കാട്ടിലും ഭംഗി ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടോ, ഇങ്ങനെ തോന്നും. ഭഗവാനെ കണ്ടാൽ കൃഷ്ണൻ്റെ നല്ലൊരു വിഗ്രഹമാണെങ്കിൽ അടക്കം തോന്നും ഇല്ലേ. രാവിലത്തേക്കാട്ടിലും തേജസ് ഉണ്ടല്ലോ ഇപ്പോൾ സന്ധ്യയ്ക്ക് വിളക്കൊളുത്തിയപ്പോൾ. പിറ്റേ ദിവസം രാവിലെ നോക്കിയാൽ തോന്നും ഇന്നലത്തെ സന്ധ്യയെക്കാട്ടിലും തേജസ്വിയായിട്ടാണ് കൃഷ്ണൻ ഇപ്പം മാലയ്ക്ക് അണിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണത്. രാവിലെയല്ലോ നമ്മൾ വല്ല തുളസി മാലയോ ഒക്കെ കൊണ്ടുപോയി ഭഗവാന്റെ കഴുത്തിലിട വിളക്കൊക്കെ കൊളുത്തി. പ്രഭാത സന്ധ്യയ്ക്കാണോ ഭംഗി, സായം സന്ധ്യയ്ക്കാണോ ഭംഗി, ഇതൊന്നും അല്ലാത്ത സമയത്താണോ ഭംഗി എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഭഗവാന്റെ സൗന്ദര്യം. ചലാ അഭി. അവിടെ എന്താ കാരണം? വളരെയേറെ ഒരു ദിക്കിൽ ഉറച്ചു നിൽക്കാത്ത ശ്രീലക്ഷ്മി ദേവി ശ്രീ യത് കർഹിജിത് ഏതൊന്നിനെ ഒരിക്കലും ന ജഹാതി ഉപേക്ഷിക്കണില്ല. ശ്രീദേവി എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ളവളാണ്. ദേവിയുടെ സൗന്ദര്യത്തെ പറ്റി അറിയണമെച്ചാൽ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി നോക്കണം. എന്തൊക്കെയാ അതിൽ പറഞ്ഞിരിക്കണത്. ഈ ലോകത്തിലെ സൗന്ദര്യമുള്ള വസ്തുക്കളെ മുഴുവൻ തോൽപ്പിക്കുന്ന സൗന്ദര്യം ദേവിക്കുണ്ട് എന്നാണ്. എന്നിട്ട് ആ ദേവിക്ക് കണ്ട് മതിയാവാത്ത സൗന്ദര്യം ഉണ്ടത്രേ ഭഗവാന്. ഇപ്പം ഭഗവാനോ ദേവിയോ മീതേ? സംശയമില്ല, ഭഗവാൻ തന്നെ ഇവിടെ മീതെ, സംശയിക്കാനൊന്നുമില്ല. കാരണം ആ ദേവി ഒരിക്കലും ഭഗവത് പാദപത്മങ്ങളെ വിട്ടു നിൽക്കുന്നില്ല. കർഹിച്ചിത്ത് ഒരിക്കലും ന ജകാതി ഉപേക്ഷിക്കുന്നില്ല. ആ പാദത്തിൽ നിന്ന് ഏതൊരുത്തി അല്ലെങ്കിൽ ഏതൊരാൾ വിട്ടുപോകും, അല്ലെങ്കിൽ ഒരിക്കലും അതിൻ്റെ മാധുര്യം അനുഭവിച്ചാൽ, ആ സുഖം അനുഭവിച്ചാൽ ആരെങ്കിലും അതിനെ വിടുമോ? അതിലെന്താ പത്ര അത്ഭുതം, അതങ്ങനെയല്ലേ എന്നും കൂടി പറഞ്ഞിരിക്കുകയാണ് വ്യാസഭഗവാൻ. കാരണം അവിടേക്കൊന്നും അങ്ങനെ എത്താനുണ്ട്, അതിനൊരു സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. എന്നാലേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ ഏതൊരാളാ ഗുരുവായൂരപ്പൻ്റെ പാദപത്മത്തെ പിന്നെ ഉപേക്ഷിക്കുക? അതിനേക്കാളും നല്ലതുണ്ടെങ്കിലല്ലേ ഈ ലോകത്തിൽ. ബുക്കല്ലാണ്ട് ഈ ലോകത്തിൽ ഏതിന്ന് എന്താ കിട്ടുക നമുക്ക്? ഒന്നിൽ നിന്നും കിട്ടില്ല സുഖം, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഭഗവത് പാദപത്മങ്ങളോട് ഉപമിക്കാൻ ഭഗവത് പാദപത്മങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പാദപത്മത്തെ സേവിക്കലാണ് മഹാലക്ഷ്മിയുടെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം. പറഞ്ഞാൽ സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് സമ്മതിക്കില്ല. പിന്നെ ഭർത്താവിൻ്റെ കാല് തലോടാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയില്ലേ. ലക്ഷ്മിയെ ഇവിടെ ഒരാൾ നിർബന്ധിച്ചിട്ടില്ല എന്ന് ഓർക്കണം. കൃഷ്ണൻ്റെ അച്ഛനെയും അമ്മയും നിർബന്ധിച്ചിട്ടുണ്ടോ ലക്ഷ്മി കൃഷ്ണനെ കുറച്ച് തലോടി കൊടുക്കണം? മഹാവിഷ്ണുവിനും അമ്മയും അച്ഛനും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ആരാ പറയുക? ലക്ഷ്മിയുടെ അമ്മയും പറഞ്ഞിട്ടില്ല, ഇതൊരാളും പറഞ്ഞിട്ടല്ല ഈ പാദപത്മത്തെ ലക്ഷ്മി സേവിച്ചത്. പിന്നെയോ തന്നെ കണ്ടെത്തിയതാ ആനന്ദം. നേരം പോവാണ്ടിരിക്കുമ്പോഴും സുഖം അനുഭവിക്കാൻ മുഷിയുമ്പോഴും പറ്റിയ ഒരു മാർഗം എന്താ? ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചു, എവിടെയും പോകാനൊന്നുമില്ല, ഭഗവാന്റെ പാദപത്മത്തെ അങ്ങോട്ട് സേവിക്കുക തന്നെ. ഇനി വേറെ ഏത് വിനോദമാണ് ഈ ലോകത്തിലുള്ളത്? പാട്ട് കേൾക്കണ്ട, കാഴ്ച കാണണ്ട, ഒന്നും വേണ്ട, തന്നെ രസം. അതാണ് കണ്ടെത്തി.
അതാണ് ജഗാതി ച യശ്രീർന ജഗാതി കർക്കിചിത്. ഓരോ നിമിഷവും താമരപ്പൂ പോലെ മൃദുലമായ ആ പാദങ്ങളുടെ ഭംഗി വർദ്ധിച്ച് വർദ്ധിച്ച് വരില്ലാതെ കണ്ടിട്ടും കണ്ടിട്ടും ആസ്വദിച്ചിട്ടും ഒരാൾക്കും മതി വരില്ല. അതുകൊണ്ട് മഹാലക്ഷ്മി ആ പാദത്തെ സേവിച്ചു കൊണ്ടേയിരിക്കണം, ആരും നിർബന്ധിച്ചിട്ടല്ല. ഒരു നിമിഷം അവിടുന്ന് മാറിയ ഭൂമിദേവി തലയുടെ ഭാഗത്തുണ്ട് എന്നാണ്. ആ ഭൂമിദേവി ചാടിയിട്ട് ഈ കാലിൽ സേവിക്കാൻ ആ തക്കം നോക്കി ഉപയോഗിച്ചാലോ എന്ന് പേടിച്ച് ആ ലക്ഷ്മി ഒരു ചാൻസും ഒരവസരവും ഭൂമിക്ക് കൊടുക്കില്ല എന്നാണ്. എൻ്റെ പത്നി തന്നെയാണ്. സപത്നി മത്സരം ആ വിധത്തിലത്രേ അവർ തമ്മിലുണ്ടായത്. ഇത് ഞാൻ ആർക്കും ഇട്ടുകൊടുക്കില്ല. ഈ പോർട്ട്ഫോളിയോ എൻ്റെ സ്വന്തം. ഭൂമി തലയ്ക്കുമ്പാടിരുന്നോട്ടെ, ശുശ്രൂഷിച്ചോട്ടെ, പ്രിയപത്നി ആയിക്കോട്ടെ, അതിനൊന്നും വിരോധമില്ല. പാദസേവ എന്ന പദവി ഞാൻ തരില്ല. യസ്യപ്യസോ പാർശ്വഗതോരകോകതഥാപി തസ്യാംഗ്രിയുഗം നവം നവം. ഓരോ നിമിഷവും പുതിയതായി പുതിയതായി സൗന്ദര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പദേ പദേ കാ വിരമേത തത്പദാ. ആ പാദത്തിൽ നിന്ന് ഏതൊരാളാണ് വേറെ പോവുക? ചലാപി യശ്രീർന ജഗാതി കർക്കി. ശ്രീ എന്നാണ്. യത് പ്ലസ് ശ്രീ കൂടിയിട്ടാണ് യശ്രീർ. യശ്രീർ എന്ന് പറഞ്ഞാൽ തുമ്പണ ശബ്ദമാണ്. യശ്രീർ എന്ന് പറഞ്ഞാൽ ഇവിടെ യത് പ്ലസ് ശ്രീ കൂടിയിട്ടാണ് യശ്രീർ വരുന്നത്. യത് ശ്രീ. ശ്രീ ഏതിൽ നിന്ന് ശ്രീ ഒരിക്കലും മാറുന്നില്ല. ആ പാദത്തെയാണ് ഇവർ പ്രാപിക്കാനും ആലിംഗനം ചെയ്യാനും അടുത്തെത്താനും കൊതിച്ചത്. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷോഹിണീഭി പരിവൃത്ത തേജസോം വിധായ വൈരം ശ്വസനോ യഥാനലം മിതോപദേനോ ഭരതോ നിരായുധ. ഇവിടെ പറയുകയാണ് ഇപ്രകാരം: അക്ഷൗഹിണീഭി സൈന്യങ്ങളാൽ പരിവൃത തേജസോം വ്യാപിച്ച തേജസ്സോടു കൂടിയവരും ക്ഷിതിഭാരജന്മനാം ഭൂമിഭാരത്തിനായിക്കൊണ്ട് ജനിച്ചവരായ, ഭാരണ്ടാക്കാൻ വേണ്ടിയിട്ടേ ജനിച്ചവരായ രാജാക്കന്മാർക്ക്, നൃപാണാം രാജാക്കന്മാർക്ക്, ശ്വസന അനലം തീയിനെ എന്ന പോലെ, വായു തീയിനെ എന്ന പോലെ. കാറ്റടിച്ചാൽ എന്താ ഉണ്ടാവുക? തീയാണ് കെടും. വൈരം വിരോധത്തെ ഉണ്ടാക്കിയിട്ട് വിധായ, വൈരം വിധായ നിരായുധ ധരിക്കാത്തവരായിട്ട് മിതോവധേന അന്യോന്യവധം കൊണ്ട് ഉപരമിച്ചു. ശ്രീകൃഷ്ണചരിതം കൊണ്ട് എന്താണ് സാധിച്ചത്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കിയിട്ടൊരു ഭഗവാന്റെ പ്രവൃത്തിയെ ഒരു ശ്ലോകത്തിൽ ചുരുക്കിയിരിക്കുക. ഭഗവാന്റെ പ്രവൃത്തി ഒരു ശ്ലോകത്തിൽ ചുരുക്കുക എങ്ങനെയത്? ഈ 18,000 ശ്ലോകങ്ങളെ കൊണ്ട് വിവരിച്ച് കഴിയാത്ത മാഹാത്മ്യം ഒരു ശ്ലോകം കൊണ്ട് ചുരുക്കാൻ പറ്റുമോ? ചിലപ്പോൾ പറ്റും. അത് മുഴുവനൊന്നും അതിൽ വരില്ല എന്നേ ഉള്ളൂ. എങ്കിലും അങ്ങനെ ചില പ്രയോഗങ്ങൾ ചിലപ്പോൾ വരും. അതുപോലെ ഇവിടെ ഒന്നാണ് ഒരു വിധത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അതെന്താ വെച്ചാൽ, ഭൂമിക്ക് ഭാരമായി ഭവിക്കാൻ ജന്മത്തെ എടുത്ത ദുഷ്ടരാജാക്കന്മാരെ അക്ഷൗഹിണി പടകളോട് കൂടിയിട്ട് ഭഗവാൻ പരസ്പരം വൈരത്തെ ജനിപ്പിച്ച് ഇല്ലായ്മ ചെയ്തു. കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ ശത്രുതയുണ്ടായി, വൈരമുണ്ടാക്കി. വൈരം വിധായ വൈരം വിധായ എന്നർത്ഥം. ശ്വസനോ യഥാനലം, വായു കാറ്റിനെ അണയ്ക്കുന്നത് പോലെ. വായു കാറ്റിനെ അല്ല കേട്ടോ, വായു അഗ്നിയെ അണയ്ക്കുന്നത് പോലെ, കാറ്റടിച്ചാൽ അഗ്നി കെടുന്നത് പോലെ. ശ്വസനോ യഥാനലം, അനലൻ അഗ്നി. എപ്രകാരം വായു അഗ്നിയെ അണയ്ക്കുന്നുവോ അതേപോലെ ദുഷ്ടരാജാക്കന്മാർ ഭൂമിക്ക് ഭാരമായിട്ടുള്ളവരെ നിരായുധരാക്കി നശിപ്പിച്ചു. വൈരത്തെ ജനിപ്പിച്ചിട്ട് ഭഗവാനും ആയുധം ധരിക്കാതെ തന്നെ അവരെ ഇല്ലാണ്ടായത്. ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന്
പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം സ്വയം ആയുധമെടുക്കാതെ മിഥോവധേനോപരതോ നിരായുധ, അത് വിശേഷണമാണ്. നിരായുധ, ആയുധമെടുക്കാതെ, താൻ സ്വയം ആയുധം എടുക്കാതെ അന്യോന്യ വൈരം ജനിപ്പിച്ച് ഭൂമിക്ക് ഭാരമായതായ രാജാക്കന്മാരെ കാറ്റ് എപ്രകാരം അഗ്നിയെ ഇല്ലായ്മ ചെയ്യുന്നുവോ, കെടുത്തുമോ, അതുപോലെ ഇല്ലായ്മ ചെയ്തു എന്ന് ഒരു വാക്കുകൊണ്ട് ഒരു വിധത്തിലാണ് പറഞ്ഞിരിക്കുക ഒരു ശ്ലോകത്തിൽ. ഏവം നൃപാണാം, എങ്ങനത്തെ നൃപന്മാരെ, ക്ഷിതിഭാരജന്മനാം, ഭൂമിഭാരത്തിനായി കൊണ്ട് ജനിച്ചവർ, വിശേഷണമാണ്. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം, അക്ഷൗഹിണികളാൽ ചുറ്റപ്പെട്ടവർ, ഒരു ചുറ്റും അക്ഷൗഹിണി പടയുണ്ടാവും രാജാക്കന്മാരുടെ കൂടെ ഇല്ലേ. വിധായ വൈരം ജസനോ യഥാനലം, അവർ തമ്മിൽ ശത്രുത ജനിപ്പിച്ച് ഭഗവാൻ ആയുധം എടുക്കാതെ നിരായുധ, അവസാനം പറഞ്ഞിരിക്കണം. എന്ത് ചെയ്തു? അഗ്നിയെ കാറ്റ് കെടുത്തുന്ന പോലെ ശസനോ യഥാനലം മിഥോവതേനോ ഭരതോ നിരായുധ, പദത്താൽ അവരെ ഇല്ലായ്മ ചെയ്തു. സയേഷ നരലോകേസ്മിൻ അവതീർണത്വമായ രേമേ ത്രിരത്നകൂടത്തോ ഭഗവാൻ പ്രാകൃതോ യഥാ. സ ഏഷ, ആ ഇവൻ, സ്വമായ, തൻ്റെ മായ കൊണ്ട്, അസ്മിൻ നരലോകേ, ഈ മനുഷ്യലോകത്തിൽ, അവതീർണ, അവതരിച്ചവനായിട്ട്, ത്രിരത്നകൂടസ്ഥ, ത്രിരത്നങ്ങളുടെ സമൂഹത്തിൽ ഇരിക്കുന്നവനായിട്ട് സ്ഥിതി ചെയ്തിട്ട്, ത്രിരത്നകൂടം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സമൂഹം അർത്ഥമാണ്. വാക്കുകൾക്ക് സന്ദർഭത്തിനനുസരിച്ചിട്ട് അർത്ഥം. സ്ത്രീകളുടെ കൂടം ഉണ്ടാവുമോ? സ്ത്രീകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂടം ഉണ്ടാവില്ല. കൂടം എന്ന് പറഞ്ഞാൽ അവിടെ സമൂഹം. 16,000 പറഞ്ഞാൽ പക്ഷെ വലിയ സമൂഹമാണ്. അതാണ് സ്ത്രീരത്ന കൂടസ്ഥ. സ്ത്രീരത്നത്തിൻ്റെ അവരുടെ സമൂഹത്തിൽ സ്ഥിതി ചെയ്തിട്ട് ഭഗവാനായെങ്കിലും പ്രാകൃതോ യഥാ, പ്രാകൃതനെ പോലെ രമിച്ചു. 3 ലോകവും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുക. ദുഷ്ടരാജാക്കന്മാരെ ആയുധെടുക്കാതെ, അതെടുത്തിട്ടില്ല, വധം, അതിനു വേണ്ടി ഒത്താശ ചെയ്യുക, ധർമ്മം നിലനിർത്തുക, ധർമ്മമില്ലായ്മ ചെയ്യുക, ഇതെല്ലാം ചെയ്തിട്ടുള്ള പരമാത്മാവായിരിക്കുന്ന കൃഷ്ണൻ എങ്ങനെയാണ് ഗാഹസ്ഥ്യം നയിച്ചത്? ഒരു സാധാരണക്കാരനെ പോലെ. അവിടെയാണ് നമുക്കെടുക്കേണ്ട കാര്യം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ലോകത്തിനനുസരിച്ചിട്ട് ചെയ്യുന്ന വേണം. അരുതെന്ന് ഭാഗവത്തിൽ ഒരിക്കലും തിരിച്ച് പറയില്ല, പറഞ്ഞിട്ടുമില്ല. സ്വയം ഭഗവാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യന് അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യണം. പക്ഷേ മനുഷ്യന് അനുഷ്ഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് കേട്ടോ, ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ പോകണ്ട, അതും പറയണം ഒപ്പം. ഭഗവാൻ ചെയ്തതൊക്കെ നമ്മൾ ചെയ്യല്ല, അത് പറ്റില്ല. ഭഗവാൻ 16,108 സ്ത്രീകളെ വിവാഹം കഴിച്ചു, നമുക്കൊരു 8-10 ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ശരിയാവുമോ? എത്രയോ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് രമിച്ചു. അവരൊക്കെ ഭർത്താക്കന്മാരുള്ളവരാ. നമുക്ക് പറ്റുമോ? പുറപ്പെട്ട തടി ഏടാവില്ല, മൊത്തം പ്രശ്നമാവും. എന്തൊക്കെ പ്രശ്നമാണെന്ന് പറയാൻ തീരില്ല, അത്ര പ്രശ്നം ഉണ്ടാവും. അപ്പം അതുപോലെ നമ്മൾ ചെയ്യല്ല, എല്ലാം ചെയ്യല്ല. എന്ത് നമുക്ക് അനുകരിക്കാമോ അത് അനുകരിക്കാം. സാധാരണ ധർമ്മത്തിന് നിരക്കണത് അനുകരിക്കാം. സാധാരണ ധർമ്മത്തിന് നിരക്കാത്തതോ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കരുത്. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കരുത്. രാസക്രീഡ പറയുമ്പോഴാണ് അത് പറയുക. പരമേശ്വരൻ കാളകൂട വിഷം ഭക്ഷിച്ചു, നമുക്കും കുറച്ചായാലോ? 4 മണിക്ക് ചായയ്ക്ക് പകരം ഉഗ്രവിഷമുള്ള 1/2 ഗ്ലാസ് തന്നോളൂ കേട്ടോ. ഹെൻറിനോ പരാമറോ എന്താച്ചാൽ അത് എന്താവും കഥ. പരമേശ്വരൻ കാളകൂട വിഷത്തെ കഴുത്തിൽ നിർത്തി. എന്തേണ്ടായി? ശിതികണ്ഠൻ, നീലകണ്ഠൻ, അതും കൂടി ഒരു അലങ്കാരമായി. വല്ല കുഴപ്പം പറ്റുമോ? പക്ഷെ അങ്ങനെ ആവില്ല നമ്മൾ കഴിച്ചാൽ.
അപ്പോൾ അനുകരിക്കാവുന്നതേ അനുകരിക്കാവൂ, അത് വേണം താനും. രേമേ ത്രിരത്ന കൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. സ്ത്രീകളുടെ കൂടെ ഭഗവാൻ പ്രാകൃതനെ പോലെ രമിച്ചു. അവിടെ പ്രാകൃതൻ തന്നെ ആവണം, എന്നാലേ അതിന് തന്മയത്തുള്ളൂ. വേദാന്തവും രുദ്രാക്ഷമാലിയൊന്നും സ്ത്രീകളുടെ മുമ്പിൽ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ദാമ്പത്യത്തിൽ പ്രാകൃതോയഥ, പ്രാകൃതനായിട്ട് തന്നെ ഭഗവാൻ പ്രവർത്തിച്ചു. അങ്ങനെ തന്നെ വേണം എന്നാണ്. പക്ഷെ അതിൽ ലയിക്കരുത് എന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ട ദിക്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം സ്ത്രീകൾ എന്ത് ചെയ്യണം? പ്രാകൃതോ യഥാ, പ്രാകൃതരെ പോലെ പുരുഷന്മാരെയും സന്തോഷിപ്പിക്കണം. ഇതിവിടെ വലിയ തത്വമാണ്. ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ കുറേ പറയാനുണ്ട്. എന്നിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം. ഭഗവാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരോടും പുരുഷന്മാർ സ്ത്രീകളോടും പ്രാകൃത രീതിയിൽ സന്തോഷിപ്പിക്കേണ്ടത് അങ്ങനെ തന്നെ വേണം. ഇതിലും വലിയൊരു സയൻസ് ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പറയണു ശമ്പളമുണ്ട്, ഞങ്ങൾക്ക് ഭർത്താവ് വേണ്ട. ചില പുരുഷന്മാരും പറയും എന്ത് ഈ വിവാഹത്തിന് അവളുടെ പിന്നാലെ പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അതിന് നിശ്ചയിച്ചിട്ടില്ല. ഏറ്റവും വലിയ വിഡ്ഢിത്താണ്. അവർ എൻജിനീയറിങ് പഠിച്ചാലും വേണ്ടില്ല, മെഡിസിൻ പഠിച്ചാലും വേണ്ടില്ല, എത്ര പഠിച്ചാലും ഈ വാക്ക് അവർ പറഞ്ഞാൽ പുരുഷൻ്റെ സഹായമില്ലാതെ ജീവിക്കാം. ഏറ്റവും വലിയ ഫൂൾസ് ആണ് അവർ, വിഡ്ഢികളാണ്. ബയോളജിക്കലായിട്ടുള്ള അവരുടെ ആവശ്യം പോലും അറിയാത്ത പൊട്ടത്തികൾ. അങ്ങനെ പുരുഷൻ പറഞ്ഞാലോ പൊട്ടന്മാർ. ഈ ഒരു തത്വത്തെ നമുക്ക് വേണമെങ്കിൽ നിന്നെടുക്കാം. ദേമേ സ്ത്രീരത്ന കൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. ഒരു പ്രാകൃതനെ പോലെ സ്ത്രീകളോടുകൂടി രമിച്ചു. അങ്ങനെ വേണം. അത് ജീവിതത്തിൻ്റെ അനിഷേധ്യ ഭാഗമാണ്. അതുണ്ടെങ്കിലല്ലേ ലോകമുള്ളൂ, അല്ലെങ്കിൽ ലോകമുണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിന് വേണ്ട സ്ഥാനം അതിനും കൊടുത്തു ഭഗവാൻ. കൊടുക്കുക, പഠിക്കുക, ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഇനി അതിനെ ഒന്ന് വർണ്ണിച്ചിരിക്കുന്നു. ഉദ്ദാമഭാവ പിശുന അമലവൽ ഉഹാസ വ്രീഡാവലോക നിഗതോ മദനോപിയാസ സമ്മുഖ്യചാപമജഘാൽ പ്രമദോത്തമാസ്ത യസ്തേന്ദ്രിയം വിമതിതും കുഹകേർന്ന ശേകൂ. കണ്ടു, പ്രാകൃതോ യഥാന്ന് പറഞ്ഞ അപ്പം തന്നെ തിരിച്ചും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാൻ അതിൽ ലയിച്ചിട്ടില്ല കേട്ടോ. അറിവുള്ളവർ എല്ലാ കർമ്മങ്ങളും പ്രാകൃതം ചെയ്യണ പോലെ ചെയ്യുമെങ്കിലും പോലെയാണ്, പോലെയുള്ളൂ. അതിൽ അവൻ വീണിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ തോണി ഓടിക്കും, വെള്ളം ഉള്ളിൽ കിടക്കാതെയാണ് ഓടിക്കേണ്ടത്. വെള്ളം ഉള്ളിൽ കിടന്നാൽ എന്താ ഉണ്ടാവുക? താണു. അതേപോലെ തോണി ഓടിക്കാതിരിക്കാൻ പറ്റുമോ? അതില്ല. ഓടിക്കും വേണം, വെള്ളം ഉള്ളിൽ കിടക്കാൻ പാടില്ല. വലിയ തത്വം അതൊക്കെ. അതുപോലെ ഭഗവാൻ ആ സ്ത്രീകളുടെ പരിചരണങ്ങൾ എല്ലാം ഏറ്റുവാങ്ങി. ഉദ്ദാമഭാവ, ഇവിടെ പറയണം ഉദ്ദാമഭാവ പിശുന അമലബൽ കുഹാസ വ്രീഡാവലോക നിഹിത എന്ന് പറഞ്ഞാൽ നിർമ്മലവും മനോഹരവുമായിട്ടുള്ള മന്ദഹാസം. അമലവൽക്കുഹാസം, മന്ദഹാസം, ലജ്ജയോട് കൂടിയിട്ടുള്ള നോട്ടം. അവരാൽ എന്തൊക്കെയാണോ ഒരു സ്ത്രീകളാൽ പുരുഷൻ അനുഭവിക്കുന്നത് അതെല്ലാം അനുഭവിച്ചു. മദനോപിയാസാം, സമ്മോഹിച്ചിട്ട് വില്ലിനെ ഉപേക്ഷിച്ചു. മന്മഥനടക്കം, മന്മഥനെ അടക്കം തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ലീലകൾ അനുഷ്ഠിച്ചു. എങ്കിലും താ പ്രമദോത്തമ, ആ സ്ത്രീകൾ ഭഗവാനെ തീരെ മയക്കുന്നതിൽ പ്രാപ്തരായില്ല. മനസ്സിനെ ക്ഷോഭിപ്പിച്ച് ഭഗവാനെ കീഴടക്കാൻ ആ സ്ത്രീകൾക്ക് കഴിഞ്ഞില്ല. ഭഗവാൻ തന്നെയായിട്ടാണ് നിന്നത്. അതൊക്കെ ചെയ്തു. ഇത്രയേ ഉള്ളൂ.
യസ്യേന്ദ്രിയം വിമതിതം കുഹകേർണശേകു. എന്ത് നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് താൽക്കാലികമാണ് എന്ന് അറിഞ്ഞ് ഉള്ളപ്പോൾ അനുഭവിച്ചോളൂ, നഷ്ടപ്പെട്ടാലോ കരയരുത്, മാറത്തടിക്കരുത്. ഉള്ളിടത്തോളം ഒക്കെ അനുഭവിക്കാം, സ്നേഹിക്കുക, കൊടുക്കുക, എന്ത് വേണമെങ്കിലും ആവാം. നഷ്ടപ്പെട്ടാൽ മാറത്തടിക്കുന്നത് തികച്ചും നിഷ്ഫലല്ലേ? അത് ചെയ്യാതിരിക്കുക. ഒക്കെ ജീവിതത്തിലേക്ക് എത്രയോ വേണ്ട തത്വങ്ങളാണ്. ചില ആൾക്കാരുടെ മരണത്തോടുകൂടി മറ്റൊരാൾ മൃതപ്രായനായിട്ടോ മൃതപ്രായയായിട്ടോ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നാം മരിക്കൂല. ശോഷിച്ച് നല്ല വേഷം ധരിക്കാതെയും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടെയും നരകടിച്ചാണ് മരിക്കും. ഒരാൾ പോയാൽ അത് വേണ്ട. ഉള്ളിടത്തോളം അനുഭവിക്കുക, നഷ്ടപ്പെട്ടാൽ മറുത്തടിക്കാതിരിക്കുക. അത് വന്നതല്ലേ, വന്ന പോലെ പോയി എന്ന് കണക്കാക്കണം എന്നൊരു വലിയ പ്രായോഗിക തത്വമാണ് ഇവിടെ പറയണത്. അപ്പോൾ ഭഗവാൻ അതിലൊന്നും ലയിച്ചിട്ടില്ല. യുദ്ധാമഭാവപിശുനാമലവൽ ഉഹാസവ്രീഡാവലോകനിഗതോ മദനോ ബിയാസാം സമ്മുഖ്യചാപമജകാൽ പ്രമദോത്തമ സ്ത്രീകൾ. ആ സ്ത്രീകളാൽ ഇന്ദ്രിയം മനസ്സാണ് കേട്ടോ. ഇവിടെ ഓരോർത്ഥാണ് ഓരോ സ്ഥലത്ത്. മനസ്സിനെ ഭ്രമിപ്പിക്കാൻ, വിമതിതും, ആ മനസ്സിനെ മതിക്കാൻ കഴിഞ്ഞില്ല. കുഹകേർ ന ശേഖു, ന എന്നാണ് നെഗറ്റീവ്, ന ശേഖു പ്രാപ്തരായില്ല. ഭഗവാനെ പരിപൂർണമായിട്ടങ്ങോട്ട് കീഴടക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഭഗവാൻ എപ്പോഴും ഭഗവാനായിട്ട് തന്നെയാണ് നിന്നത്. ഇത് ധർമ്മം ജീവിതത്തിൽ അനുഷ്ഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ. പക്ഷെ അവർക്ക് അടിമപ്പെട്ടിട്ടില്ല. വലിയൊരു ശ്ലോകമാണത്. ഉദ്ദാമഭാവപിശുന അമലവൽഗുഹാസ, മലവൽഗുഹാസല്ല, അമലവൽഗുഹാസ വ്രീഡാവലോകനിഗതോ മദനോ ബിയാസാം. വ്രീഡാവലോകം ലജ്ജ, ഹാവഭാവങ്ങൾ മുതലായതൊക്കെ കൊണ്ട് മന്മഥനെ പോലും അവർ തോൽപ്പിച്ചുവെങ്കിലും ആരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല? ഭഗവാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. സമ്മുഖ്യ ചാപമജകാൽ എന്ന് പറഞ്ഞാൽ മന്മഥൻ പോലും തോറ്റ് വില്ല് മടക്കി വെച്ചു. കടിയറവ് പറയുന്ന രീതിയിൽ ഈ സ്ത്രീകൾ ശ്രമിച്ചു നോക്കി. അതാണ് സമ്മുഖ്യ ചാപം. വില്ല് മടക്കി വെച്ച് അടിയറവ് പറഞ്ഞിട്ടും ആരെ? മന്മഥൻ തോൽക്കും. പക്ഷെ ആര് തോറ്റില്ല? പ്രമദോത്തമാത്ത യസ്യേന്ദ്രിയം വിമതിതം കുഹകേർ ന ശേഖു. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.